ഈ കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ധനകാര്യ മാനേജ്മെൻറ്റിൽ അമ്പെ പരാജയപ്പെട്ട സർക്കാർ എന്ന രീതിയിലും അതോടൊപ്പം തന്നെ ഈ ഭാരതത്തിൻ്റെ സാമ്പത്തിക സുരക്ഷിതത്വത്തെ പോലും തകർക്കുന്ന രീതിയിലാണ് ഈ സംസ്ഥാന സർക്കാരിൻ്റെ ചെയ്തികൾ മുന്നോട്ട് പോകുന്നത്. സത്യത്തിൽ ഇവിടുത്തെ ധനകാര്യ പ്രതിസന്ധിയെക്കുറിച്ച് കൃത്യമായിട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ധവളപത്രമാണ് സത്യത്തിൽ ഇറക്കേണ്ടത്. അതിൻ്റെ സൊല്യൂഷൻ കേന്ദ്രവുമായിട്ട് ചർച്ച ചെയ്ത് എന്താണ് അടിസ്ഥാനം, അതിന് ഈ പറയുന്ന രീതിയിൽ കേന്ദ്ര സർക്കാരിനെ വെല്ലുവിളിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ പോയത് കൊണ്ടല്ല, എന്താണോ കേരളത്തിൻ്റെ ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് കൃത്യമായിട്ടുള്ള ശാസ്ത്രീയമായ പരിഹാരം, ആ പരിഹാരത്തിന് കേന്ദ്രത്തിൻ്റെ സഹായം ഏതൊക്കെ രീതിയിലാണ് തേടേണ്ടത്, അതിനുള്ള നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് പകരം കേന്ദ്രത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ അവകാശമാണെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും മറച്ചു വെച്ചുകൊണ്ട് ഇവിടെ കുപ്രചരണം നടത്തുന്നതാണ് ഈ പറയുന്ന സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ഇതിൽ ആത്മാഭിമാനം ഒക്കെ വെടിഞ്ഞ് ഈ സത്യസന്ധമായി കേരളത്തിൻ്റെ സാഹചര്യങ്ങളെ കേന്ദ്രത്തെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായും സംസ്ഥാനങ്ങളെ സഹായിക്കുന്ന ഒരു കേന്ദ്ര സർക്കാരാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത് 10 വർഷം കൊണ്ട് 2,25,000 കോടി രൂപയാണ് കേരളത്തിന് കിട്ടിയിട്ടുള്ള സാമ്പത്തിക സഹായം. അത് GST ആയിക്കോട്ടെ, പദ്ധതിയുടെ വിഹിതമായിക്കോട്ടെ. ഇപ്പോൾ സത്യത്തിൽ സംസ്ഥാന സർക്കാരുകൾക്കൊന്നും നേരിട്ട് പദ്ധതികളൊന്നും ജനങ്ങൾക്ക് എത്തിക്കേണ്ട ഒരു സാഹചര്യവുമില്ല. കാരണം കേന്ദ്രം നേരിട്ടാണ് ജനങ്ങളിലേക്ക് പദ്ധതികൾ എത്തിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണമായി പറയാം, ഇപ്പോൾ ലൈഫ് മിഷൻ കേന്ദ്രത്തിന് വിഹിതം എന്ന് പറയുന്നത് 83,000 രൂപയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവർ പറയും ഞങ്ങൾ ആണ് ബാക്കി 3 ലക്ഷം കൊടുക്കുന്നതെന്ന്. പക്ഷേ ഇവിടുത്തെ 83,000 ഇവർ കൊടുക്കട്ടെ. കേരളത്തിലെ 7ഓളം പദ്ധതികൾ കൃത്യമായ കണക്കുകൾ കൊടുക്കാത്തതിൻ്റെ പേരിൽ ഇന്ന് മുടങ്ങിക്കിടക്കുകയാണ്. ആ പദ്ധതികളുടെ പണം മുഴുവൻ വകമാറ്റി ചെലവഴിക്കുന്നത് ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്കും ബാക്കിയുള്ളവരുടെ ദൈനംദിന ചെലവുകൾക്കാണ്. അപ്പോൾ ഇവിടെ നഷ്ടമാകുന്നത് ഇവിടെ അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ ക്ഷേമമാണ്. ഇപ്പോഴും നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും, ഈ ലൈഫ് മിഷൻ്റെ പദ്ധതിയുടെ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകൾ തങ്ങളുടെ ചെറിയ ചെറ്റക്കുടിലാണെങ്കിൽ ആ ചെറ്റക്കുടിൽ പൊളിച്ചിട്ട് അവരവിടെ സുഖമായി താമസിച്ചിരുന്നു. അത് മാറി ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഈ സത്യത്തിൽ കൃത്യമായി കണക്കുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ 80,000 രൂപ കേന്ദ്രം കൊടുക്കും. 80,000 കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ പ്രാഥമിക ഘട്ടമായിട്ടുള്ള അവൻ്റെ വീടിൻ്റെ പണി സ്വാഭാവികമായിട്ട് കഴിയും. അതിന് പകരം അവിടെ കുപ്രചരണം നടത്തും. ഇവർ കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ട് നരേന്ദ്രമോദിയുടെ ഫോട്ടോ വെക്കണം, പദ്ധതിയുടെ അടങ്കൽ വിഹിതം കണക്കാക്കണം. അങ്ങനെയൊന്നും ഇവിടെയും ഇല്ല. പക്ഷേ ഇവിടെ 7ഓളം പദ്ധതികൾ അട്ടിമറിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള സ്കൂൾ കഞ്ഞി, ഉച്ചക്കഞ്ഞി, ഭക്ഷണം 100 കോടി രൂപയാണ് ഇവിടെ ഈ HM-മാർക്ക് കൊടുക്കാനുണ്ടായിരുന്നത്. HM ഫോറം ലാസ്റ്റ് ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി കർശനമായി പറഞ്ഞു സംസ്ഥാന സർക്കാർ കൃത്യമായിട്ട് പണം കൊടുക്കണമെന്ന്. അപ്പോഴാണ് ഈ 100 കോടിയുടെ ഏകദേശം 68 കോടി രൂപ കൊടുത്തത്. അപ്പോൾ ഉച്ചക്കഞ്ഞി വിതരണം എന്ന് പറഞ്ഞ സത്യത്തിൽ അതിൻ്റെ വലിയൊരു വിഹിതം 60% വിഹിതം കേന്ദ്രമാണ്, കണക്ക് കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ നമുക്കറിയാം ഈ പല തരത്തിലുള്ള പദ്ധതികൾ, തൊഴിലുറപ്പ് പോലെയുള്ള പദ്ധതികൾ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഏറ്റവും 333 രൂപയാണ്. ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ കൃത്യമായിട്ട് കേന്ദ്രം അന്ത്യശാസനം നൽകിയപ്പോഴാണ്, കാരണം അടിസ്ഥാന ജനവിഭാഗത്തിന് അമ്മമാർക്ക് കിട്ടേണ്ട പണമാണ്, അന്ത്യശാസനം നൽകിയപ്പോൾ അത് സമർപ്പിച്ചു. അപ്പോഴാണ് ഇതിൻ്റെ ഫണ്ട് വരുന്നത്. അപ്പോൾ 7ഓളം പദ്ധതികൾ അട്ടിമറിക്കുന്നു. ഈ സാമ്പത്തിക പ്രതിസന്ധിയോടൊപ്പം ഈ കേരളത്തിലെ അടിസ്ഥാന ജനവിഭാഗങ്ങളെ ദ്രോഹിക്കുന്ന നയങ്ങളുമായിട്ടാണ് ഇവർ പോകുന്നത്. കേന്ദ്രം നടപ്പിലാക്കുന്ന പദ്ധതികൾ ജനങ്ങൾക്ക് എത്തുന്ന പദ്ധതിയുടെ വിഹിതങ്ങളെ വകമാറ്റുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഒരു കാര്യങ്ങളെ ഒക്കെ മാറ്റുന്നു. ഇപ്പോൾ ഇവർ പറഞ്ഞാൽ 5,000 കോടി രൂപ കിട്ടിയെന്ന് ഊർജ്ജ മേഖലയിലാണ്. അത് ഊർജ്ജ മേഖല 5,000 കോടിയിൽ കൃത്യമായ കണക്കുകൾ കൊടുത്തിരുന്നില്ല. അതിൻ്റെ കണക്കുകൾ കൃത്യമായ കൊടുത്ത സമയത്താണ് 5,000 കോടി ഇപ്പോൾ കേന്ദ്രം കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നേരത്തെ മോഹൻ സാർ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ ഇടതുപക്ഷം പറയുന്ന ഒരു കേരള മോഡൽ എന്ന് പറയുന്നതിൻ്റെ പൊയ്മുഖം കൂടി ഇവിടെ മറിഞ്ഞിരിക്കും. അദ്ദേഹം പറഞ്ഞ വളരെ ശാസ്ത്രീയമായിട്ടുള്ള സത്യമാണ്. ഈ കേരളത്തിൻ്റെ ഹാപ്പിനെസ് ആയിട്ടുള്ള ഇൻഡെക്സ് ആയിക്കോട്ടെ, ജനങ്ങളുടെ ക്ഷേമകരമായ ഇൻഡെക്സ് ആയിക്കോട്ടെ, ഗൾഫിലെ മണലാരണ്യങ്ങളിൽ നമ്മുടെ പൂർവികർ ഒഴുക്കിയിട്ടുള്ള പണമാണ്. ആ പണം അദ്ദേഹം പറഞ്ഞതുപോലെ ഇവിടെ കേരളത്തിലേക്ക് വരുന്നു. ആ കേരളവുമായി ബന്ധപ്പെട്ട് കൺസ്ട്രക്ഷൻ മേഖലയിൽ ഉണ്ടായിട്ടുള്ള വികാസമാണ് കേരളത്തിൻ്റെ വികാസം. ഇപ്പോൾ എന്താ ഉണ്ടായത്? കൺസ്ട്രക്ഷൻ മേഖല കൃത്യമായിട്ടുള്ള ഘട്ടങ്ങളിൽ കൊണ്ടുവന്ന് ഭൂമിയുടെ തറവില ഇരട്ടിയാക്കി ബാലഗോപാൽ. അതിൻ്റെ ഫലമായി കൺസ്ട്രക്ഷൻ മേഖല ഇല്ലാതായി. ഇപ്പോൾ കേരളത്തിൽ മാത്രം ഈ ബംഗാളികൾ 25,000 കോടി രൂപ കൊണ്ടുവരുന്നു. ഇപ്പോൾ ബംഗാളികൾ ഈ കേരളത്തിൽ തിരിച്ചു പോകുന്നൊരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ വലിയൊരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മുടെ കുട്ടികൾ, നമ്മുടെ ജനങ്ങൾ, അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ കുടിയേറുന്നത് ഗൾഫിലേക്കായിരുന്നു. ഗൾഫിലേക്ക് സ്വാഭാവികമായിട്ട് പോയി കഴിഞ്ഞാൽ അവിടുത്തെ പണത്തിൻ്റെ ഒരു 90% ഈ കേരളത്തിലേക്ക് വരുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇന്ന് വിദേശ രാജ്യങ്ങളിലേക്ക്, ന്യൂസിലാൻഡ്, നമ്മുടെ അയർലൻഡ് അടക്കമുള്ള UK അടക്കമുള്ള സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഉണ്ടാക്കുന്നതിൻ്റെ 80% അവർ അവിടെ ചെലവഴിക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് വിദേശ നാണ്യത്തിൻ്റെ വരവ് കേരളത്തിൽ നിലച്ചു. പിന്നെ കേരളത്തിൽ വിദേശ നാണ്യം തേടുന്ന വലിയൊരു മേഖലയുണ്ടായിരുന്നു, അത് ടൂറിസം മേഖലയാണ്. ലോകത്തിൽ തന്നെ ആഗോള ബ്രാൻഡായിരുന്നു കോവളം ബ്രാൻഡ്. ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രിയുടെ മരുമകനായിട്ടുള്ള മുഹമ്മദ് റിയാസ് ഏറ്റവും വേഗത്തിൽ തകർത്ത് തരിപ്പണമാക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ഈ പറയുന്ന ടൂറിസം മേഖലയാണ്. കോടിക്കണക്കിന് രൂപയുടെ വാർഷിക വരവ് കേരളത്തിൽ 2019-20 കാലഘട്ടത്തിലെ കണക്ക് പ്രകാരം ഈ കേരളത്തിലേക്ക് വന്നിരുന്ന ടൂറിസ്റ്റുകൾ, വിദേശ ടൂറിസ്റ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 1.8 ലക്ഷമാണെങ്കിൽ ഇന്ന് ഈ 2023 ലേറ്റസ്റ്റ് കണക്ക് പ്രകാരം കേരളത്തിലേക്ക് വരുന്ന വിദേശ ടൂറിസ്റ്റുകളുടെ എണ്ണം 50,000 ആണ്.
അപ്പോൾ ആ എല്ലാ മേഖലയിലും തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് ഈ കേരള മോഡലുമായിട്ട് പൊതുമരാമത്ത് വിഭാഗവും വളരെ കേമമായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. ഈ ടൂറിസ്റ്റുകൾക്ക് ഒന്ന് യാത്ര ചെയ്യാൻ നല്ല റോഡുകളെങ്കിലും പണിതിടണ്ടേ? 2 വർഷമായി സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി പൊളിച്ചിട്ടിരിക്കുകയാണ് തിരുവനന്തപുരം നഗരമാകെ. അതിനൊന്നും ശാശ്വത പരിഹാരമേ ഇല്ല. തീർച്ചയായും അത് മാത്രമല്ല, അപ്പോൾ ഈ ടൂറിസത്തിന്റെ കണക്ക് പറയുന്ന സമയത്ത് ഇവർ പറയും ഇവിടെ ആഭ്യന്തര ടൂറിസം വികസിച്ചു. അതാണ് ഇവരുടെ എല്ലാറ്റിനും ഇവർക്കൊരു ലോജിക്കലി കണക്കുണ്ട്. അതാണ് ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയൊരു അവരുടെ ഒരു തന്ത്രം. കാരണം ആഭ്യന്തര ടൂറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ താമസിക്കുന്ന ഞാൻ ഒരു ദിവസം എറണാകുളത്തേക്ക് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആഭ്യന്തര ടൂറിസമാണ്. അപ്പോൾ ഇവർ പറയും ആഭ്യന്തര ടൂറിസ്റ്റുകളുടെ എണ്ണം കൂടി. അതങ്ങനെയാണ്. ഇപ്പം നമ്മൾക്കറിയാലോ ഈ വാഹനങ്ങളുടെ ഹൈവേ, നാഷണൽ ഹൈവേയും ബാക്കിയൊക്കെ വന്ന സമയത്ത് ശേഷം നമ്മൾ അന്യ സംസ്ഥാനങ്ങളിലേക്ക്, അന്യ ജില്ലകളിലേക്ക് പോകുന്നതിന്റെ വേഗത വളരെ കൂടുതലാണ്. ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഏകദേശം 50,000-ഓളം പേര് എവിടേക്ക് പോകുന്നുണ്ട്? എറണാകുളത്ത് പോയി ജോലി ചെയ്ത് തിരിച്ചു വരുന്നുണ്ട്. അപ്പൊ ഇവരൊക്കെ ആഭ്യന്തര ടൂറിസ്റ്റുകളുടെ കണക്കിൽ പെടുത്തിക്കൊണ്ടാണ് ഇവർ ആഭ്യന്തര ടൂറിസം വികസിച്ചെന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്പോൾ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ ചെയ്യുന്ന പരിപാടി എന്താ? കേന്ദ്രം ഉണ്ടാക്കുന്ന നാഷണൽ ഹൈവേയിലൂടെ കേന്ദ്രം നൽകുന്ന ഡബിൾ ഡെക്കർ ബസ്സിന്റെ മുകളിൽ നിന്ന് ടാറ്റ വീശുക. ഇത് കേരളത്തിൻ്റെ ഒരു സൂചനയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് യാതൊരു തലത്തിലുമുള്ള ഒരു വികസന നയമില്ലാത്ത, വികസന അജണ്ടയില്ലാത്ത ഈ കേരള മോഡൽ എന്ന് ഏത് സമയത്തും ഇങ്ങനെ നാമം ചൊല്ലുന്ന ഒരു സർക്കാരിനപ്പുറത്തേക്ക് കേരളത്തെ അമ്പെ പരാജയപ്പെട്ട ഒരു സർക്കാരാണ് പിണറായി വിജയൻ. അതിന് ഉത്തരവാദിത്തം പിണറായി വിജയനോ തോമസ് ഐസക്കിനോ ബാലഗോപാലിനോ ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ശ്രീലങ്കയേക്കാൾ ഇതിൽ കേന്ദ്ര നാളുകളിൽ ശ്രീലങ്ക പോലെ ആയി കഴിഞ്ഞ ഒരു കേന്ദ്ര ഭരണത്തിൻ്റെ ഒരു സാധ്യതയിലേക്കൊക്കെ ആയിരിക്കും ഒരു പക്ഷേ കേരളം പോകും. കാരണം കേരളത്തിലെ ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങേണ്ട സാഹചര്യമുണ്ട്. നമുക്കറിയാം ഇപ്പോൾ അമ്മമാർക്ക് ഈ പെൻഷൻ 1,500 രൂപയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ആ പെൻഷൻ കൊണ്ട് അവർക്കറിയാം ഒരു 3,000-5,000 രൂപയുള്ള മരുന്നിന് ജനൌഷധി പോലെയുള്ള സെന്ററിൽ പോയി കഴിഞ്ഞ് 200-250 രൂപയ്ക്ക് മരുന്ന് കിട്ടും. ആ 250 രൂപ കൊടുക്കാൻ ഇവർക്ക് പെൻഷൻ കിട്ടണ്ടേ? അപ്പോൾ പെൻഷൻ കിട്ടാത്തതിന്റെ പേരിൽ ഇവിടെ ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം, കർഷകൻ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം, കേരളം പോലുള്ള സംസ്ഥാന കർഷകൻ ആത്മഹത്യ ചെയ്യുന്നു. അപ്പോൾ അതുപോലെയുള്ള സമസ്ത മേഖലയിലും ആത്മഹത്യകളുടെ എണ്ണം ഈ കേരളത്തിൽ വരാൻ പോകുന്നു. അത് സ്വാഭാവികമായിട്ട് ഈ പിണറായി സർക്കാരിന്റെ അകാല ചരമത്തിലേക്കുള്ള ഒരു വഴി കൂടിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.